ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതീ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്നഹം ശങ്കാഹി മുരച്ചിടാം സവിനയം സത്യം പര ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രശംസേന ശ്രേയസേ. എങ്കിലോ യഥാതത്വം കേട്ടാലും മമ ജന്മം പങ്കജാശരസന സമാനാകിയ നരാധിപ പണ്ടൊരു തപോധനന വീരയ്ക്കെഴുന്നള്ളി കണ്ടിതു മമ പിതാവാകിയ മുനീന്ദ്രനെ കൊണ്ടാടി ചോദ്യം ചെയ്ത നൂർധരേതസാംഭവ ഉണ്ടായ മകളുടെ ജന്മത്തെ പറയണം. അപ്പോഴു അച്ഛനെല്ലാം അവനോടറിയിച്ച അപ്രകാരങ്ങൾ ഞാനും എപ്പോഴും അറിയിക്കാം. വിശ്വാമിത്രൻ്റെ തപോവിഘ്നത്തെ വരുത്തുവാൻ വിശ്വമോഹിനിയായ മേനക തന്നെ ശക്രൻ മന്മഥമന്നാമൊരു മാധവ ആസാദിയെ നിർമ്മല ചന്ദ്രനോടു കൂടവേ നിയോഗിച്ചാൻ. കൗശികൻ അവളെ കണ്ടാശയാ വിവശന ആശയാ ധൈര്യ തപോ ബലങ്ങളാശുകള ആയിരം സംവത്സരം കിഴിച്ചു വനം തോറു മായതാ വിലോചനയായ മേനകായോടും അക്കാലം തപോബലമൊക്കവേ നശിക്കയ ഉൾക്കാമ്പിൽ തത്വബോധ മുടിച്ചിട്ടവനപ്പോൾ പുഷ്കര വിലോചന തന്നെയും ഉപേക്ഷ ചെയ് ഉഗ്രമാം തപസ്സിനും കൂപ്പിട്ടാൻ പണ്ടേ പോലെ. വിശ്വാമിത്രൻ്റെ ബീജം ധരിച്ചു മേനകയും നിശേഷ ദേവകാര്യം സാധിച്ചു പോകുന്നേരം ഹിമവൽ പ്രസ്ഥദേശേ മാലിനീ തീരസ്ഥലെ കമല വിലോചന പെട്ടാളെന്നറിഞ്ഞാലും താപസ ബീജത്തിനു നാശമില്ലെന്നു കണ്ടു താപവും അകന്നവൾ വാനലോകവും പൊക്കാർ. ലാളിച്ചു ശകുന്തങ്ങൾ ഇവളെ പലകാലം പാലിപ്പാൻ എൻ്റെ കയ്യിൽ നൽകിനാർ ശകുന്തങ്ങൾ. പേരിട്ടു ശകുന്തള എന്നിവൾക്കതിനാൽ ഞാൻ പാരിച്ച മോദത്തോടു മകളായി വളർത്തുന്നേൻ. നേരത്രേ പറഞ്ഞതൻ മുനിയോടു താതൻ പാരമാർത്ഥികൻ ചൊന്നതൊക്കെ ഞാൻ കേട്ട മൂലം എന്നുടെ ജന്മമെല്ലാം അറിഞ്ഞേൻ. അപ്പോൾ ഞാനും നിന്നോടു പരമാർത്ഥം പറഞ്ഞേനറിഞ്ഞാലും. ഹരേ നാരായണ കൃഷ്ണ.